നാം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ പോയത് ആരൊക്കെയാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കൊളിൻസ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര്? ഉത്തരം പ്രശാന്ത സമുദ്രം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു? ഉത്തരം മൈക്കൽ കൊളിൻസ്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ ആദ്യം കാല് കുത്തേണ്ടിയിരുന്നത് താനായിരിക്കുമെന്ന് എഡ്വിൻ ആൽഡ്രിൻ കരുതിയിരുന്നതായി ജെയിംസ് ഡോണോവന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ഷൂട്ട് ഫോർ ദ മൂൺ. ചന്ദ്രന്റെ പേരിലുള്ള ഒരു ദിവസം ഏതാണ്? ഉത്തരം തിങ്കൾ. ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഉത്തരം ഭൂമി. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. നിലയില്ലാ കായലിൽ തുഴയില്ലാതോടുന്ന കൊച്ചുതോണി. ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? ഉത്തരം ചന്ദ്രക്കല. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ലാറ്റിൻ നാമം എന്താണ്? ഉത്തരം ലൂണ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,404 കിലോമീറ്റർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം സെലനോളജി. ചിത്രങ്ങളിലൂടെ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ? ഉത്തരം സെലനോഗ്രാഫി. സെലനോഗ്രാഫിയുടെ പിതാവ്? ഉത്തരം ജോഹാൻസ് റോട്ടൺ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.3 സെക്കൻഡ്. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളം? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും തുല്യമായതിനാൽ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കൂ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് കാണാൻ കഴിയുന്നത്? ഉത്തരം 59%. ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ ഭാഗം ഫോട്ടോയിൽ പകർത്തിയ പേടകം? ഉത്തരം ലൂണ 3. ഒരു ചന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്? ഉത്തരം 29.5 ദിവസം. അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല വലുതാകുന്ന പ്രതിഭാസം? ഉത്തരം വൃദ്ധി. പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല ചെറുതായി വരുന്ന പ്രതിഭാസം? ഉത്തരം ക്ഷയം. ഒരു മാസത്തിനിടയ്ക്കുണ്ടാകുന്ന 2ാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്ന പേര്? ഉത്തരം നീലചന്ദ്രൻ. ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് അടുക്കുന്ന പ്രതിഭാസം? ഉത്തരം സൂപ്പർ മൂൺ.
ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കുറയുന്ന സ്ഥാനം? ഉത്തരം പെർജി. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കൂടുന്ന സ്ഥാനം? ഉത്തരം അപ്പോജി. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.38 km/s. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? ഉത്തരം 1/6. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ്? ഉത്തരം 81/1. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം? ഉത്തരം കറുപ്പ്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാലാണ് ആകാശം കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. ചന്ദ്രനിൽ ഒരു സ്ഫോടനമുണ്ടായാൽ ഭൂമിയിൽ ആ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ടാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം? ഉത്തരം സിലിക്കൺ. ഭൂമിയിലില്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയതുമായ രാസസംയുക്തം? ഉത്തരം ക്രീപ്പ്. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര്? ഉത്തരം റിഗോലിത്. ചന്ദ്രനിലെ നിരപ്പുള്ളതും പഴക്കം കുറഞ്ഞതുമായ പ്രദേശം? ഉത്തരം മരിയ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ടെറേ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ നിറഞ്ഞ പ്രദേശം? ഉത്തരം ഹൈലാൻഡ്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം? ഉത്തരം ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം? ഉത്തരം അരിസ്റ്റാർക്ക്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം? ഉത്തരം ബെയ്ലി ഗർത്തം. ഏത് ആകാശഗോളത്തിലെ ഗർത്തങ്ങൾക്കാണ് ഭാരതീയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിലെ ഏറ്റവും വലിയ പർവ്വതനിര? ഉത്തരം മോൺസ് റോഗ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം? ഉത്തരം മോൺസ് ഹാഗൻസ്. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര ദൗത്യം? ഉത്തരം ലൂണ. ചന്ദ്രനെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം? ഉത്തരം ലൂണ 10. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം? ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ നിന്നും മണ്ണും പാറക്കഷ്ണങ്ങളും ഭൂമിയിൽ എത്തിച്ച പേടകം? ഉത്തരം ലൂണ 16. അമേരിക്കയുടെ ചാന്ദ്ര ദൗത്യം? ഉത്തരം അപ്പോളോ. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനെ വലം വെച്ച ആദ്യ പേടകം? ഉത്തരം അപ്പോളോ 8. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 നിയന്ത്രിച്ചിരുന്ന വ്യക്തി? ഉത്തരം മൈക്കൽ കൊളീൻസ്. അപ്പോളോ 11നെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ സഹായിച്ച ചെറുവാഹനം? ഉത്തരം ഈഗിൾ. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ വ്യക്തി? ഉത്തരം അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. മാഗ്നിഫിസന്റ് ഡിസൊലേഷൻ, ദ ലോങ് ജേർണി ഹോം, ഫ്രം ദ മൂൺ, മെൻ ഫ്രം എർത്ത് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം.
മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. യൂജിൻ സെർനാൻ സഞ്ചരിച്ച വാഹനം? ഉത്തരം അപ്പോളോ 17. ഇതുവരെ ആകെ ചന്ദ്രനിൽ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ബഹിരാകാശ പേടകം? ഉത്തരം ചാങ് 3.